ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ജീവൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുവിന്റെ നാമത്തിൽ മാറാനാത്ത ദൈവ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് കണ്ണിന് അഞ്ജനം നൽകുന്ന ദൈവം എന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് നൈസർഗികമായി നൽകിയിട്ടുള്ള ദൈവത്തെ കാണാനുള്ള കഴിവ്, ദൈവത്തെ കാണാനുള്ള കണ്ണിൻ്റെ കഴിവ് ഈ ലോകം നമ്മളിൽ നിന്ന് കുരുടാക്കി കളയും എന്ന് തിരുലിഖിത പ്രകാരം വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് നാം വായിക്കുന്നത് കൊറിന്ത്യർ എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 3-4 തിരുലിഖിതങ്ങളിലാണ്. അവിടെ നാം വായിക്കുന്ന എങ്ങനെയാണ്? ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മഹത്വമേറിയ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ക്രയവിക്രയങ്ങൾ പെരുകുന്നതനുസരിച്ച് പാപത്തിൻ്റെ സ്വാധീനം നമ്മിൽ വർദ്ധിക്കുന്നു. പാപത്തിൻ്റെ സ്വാധീനം നമ്മിൽ കൂടുന്നതനുസരിച്ച് പാപത്തിൻ്റെ ദേവൻ, ഈ ലോകത്തിൻ്റെ ദേവൻ, ദുഷ്ടപിശാച് നമ്മുടെ ആന്തരിക നേത്രങ്ങളെ കുരുടാക്കി കളയുന്നു. പിന്നെ ദൈവത്തെ കാണാൻ നമുക്ക് പറ്റാതെയാകുന്നു. പിന്നെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് പറ്റാതെയാകുന്നു. നാം ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവവചനത്തിന് മുമ്പിൽ, ആത്മീയ കാര്യങ്ങളുടെ മുമ്പിൽ കണ്ണു പൊട്ടിയ പൊട്ട കുരുടിപ്പാമ്പിനെ പോലെ ഞാൻ നിങ്ങൾ രൂപാന്തരപ്പെടുകയാണ്. കാരണം വചനം കേട്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല, ദൈവത്തെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല, ഒന്നും പറ്റുന്നില്ല. പിന്നെ നമുക്ക് എന്തിലാ സന്തോഷം? നമുക്കുള്ള സന്തോഷം തിന്നുന്നതിൽ സന്തോഷം, കുടിക്കുന്നതിൽ സന്തോഷം. ഈ ജഡത്തിൻ്റെ പ്രവണതകളിൽ, ശരീരത്തിൻ്റെ പ്രവണതകളിൽ സന്തോഷിക്കുന്ന മനുഷ്യനായി ഞാനും നിങ്ങളും അധപ്പതിക്കുകയാണ്. ദൈവവചനം പഠിപ്പിക്കുകയാണ്, അവർ തിന്നാനും കുടിക്കാനുമായി ഇരിക്കുകയും നൃത്തം ചെയ്യാനായി എഴുന്നേൽക്കുകയും ചെയ്തു. എന്താ അതിൻ്റെ അർത്ഥം? ലോകപ്രകാരമുള്ള ജീവിതം, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ടുള്ള ജീവിതം. അങ്ങനത്തെ ഒരു ജീവിതമാണ് ദൈവ പൈതലെ നീ നയിക്കുന്നതെങ്കിൽ നീ ഇപ്പോൾ അധപ്പതിച്ച ഒരവസ്ഥയിലാണ്. ദൈവ പൈതൽ, ദൈവമകൻ, ദൈവമകൾ എന്ന അവസ്ഥയിൽ നിന്ന് നീ അധപ്പതിച്ചു. അതുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥനയിൽ നിനക്ക് സന്തോഷമില്ല, ഇപ്പോൾ ദൈവിക കാര്യങ്ങളിൽ നിനക്ക് ആഹ്ലാദമില്ല. മണിക്കൂറുകൾ ദൈവത്തെ അന്വേഷിക്കാൻ, വിശുദ്ധ കാര്യങ്ങളിൽ മുഴുകാൻ, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ, അതിനുവേണ്ടി സമയം മാറ്റിവെക്കാൻ, അതിനുവേണ്ടി പണം ചെലവഴിക്കാൻ ഇന്ന് നിനക്ക് താല്പര്യമില്ല. കാരണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ പാപത്തിൻ്റെ ദേവൻ, ലോക അരൂപി, ദൈവിക കാര്യങ്ങളെ നിന്നെ പ്രാപ്തനാക്കുന്ന നിന്റെ ആന്തരിക മേഖലകളെ കുരുടാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഈ പ്രഭാതം ദൈവ അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ പ്രഭാതം നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളിൽ അഞ്ജനം എഴുതാൻ, നിങ്ങളുടെ ഉള്ളിലെ കണ്ണുകളിൽ അഞ്ജനം എഴുതാൻ ഇതാ കർത്താവ് അടുത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ചിലപ്പോൾ ചില പാപങ്ങളിൽ വീണു, അല്പം മദ്യപാനത്തിൽ വീണു, ചില ചീത്ത കൂട്ടുകെട്ടുകളിൽ വീണു, ജഡിക പാപങ്ങളിൽ വീണു, വ്യഭിചാരത്തിൽ വീണു, വലിയ തരത്തിലുള്ള വെറുപ്പിൽ വീണു, വിദ്വേഷത്തിൽ വീണു, വൈരാഗ്യത്തിൽ വീണു. എന്നാൽ ഈ പ്രഭാതത്തിൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ അരികത്തെത്തിയിരിക്കുകയാണ്. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ അരികത്തെത്തിയിരിക്കുകയാണ്.
എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഒരുപക്ഷെ അല്പം ഉറക്കക്ഷീണം, ഒരു മടുപ്പ്, ഒരു മന്ദത ഇതെല്ലാം ഉണ്ടെങ്കിലും അത് മാറ്റാൻ ജീവിക്കുന്നവനായ കർത്താവ് ഇടപെടും. രണ്ട് കരങ്ങളും അല്പം എളിമയോടെ ഉയർത്തുക. കുടുംബാംഗങ്ങളെല്ലാം ഉയർത്തുക. ആരെങ്കിലും ദൂരെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം അടുത്തേക്ക് വരിക. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. പോരാ, സ്വരം നന്നായിട്ട് ഉയർത്തുക, ഉറക്കെ സ്തുതിക്കുക. ഹാലലുയ്യ, ഹാലലുയ്യ. ഓ മഹത്വത്തിന്റെ രാജാവേ, ഓ മഹത്വത്തിന്റെ കർത്താവേ, ഇന്ന് ആകാശം ചായച്ച് ഈ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണമേ. ഓ ദൈവമേ, ഈ പ്രഭാതം അവിടുന്ന് അനുഗ്രഹിക്കുന്ന ഒരു പ്രഭാതമാക്കി മാറ്റണമേ. അവിടുന്ന് തുടരണമേ കർത്താവേ. ക്ഷീണിതരാണല്ലോ കർത്താവേ, വലിയ ഭാരങ്ങൾ വഹിക്കുന്നവരാണ് കർത്താവേ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം ഹൃദയം കല്ലിച്ചു പോയിരിക്കുകയാണ്. ദൈവത്തെ അറിയാൻ പറ്റാത്ത വിധം ആന്തരിക നേത്രത്തിൽ കുരുടായി പോയിരിക്കുകയാണ്. ഇപ്പോൾ അവിടുന്ന് വരണമേ, അവിടുന്ന് സ്പർശിക്കണമേ, കാഴ്ച നൽകണമേ, കാതുകളെ തുറക്കണമേ, ഹൃദയങ്ങളെ തുറക്കണമേ. ഹല്ലേലൂയ. വചനം കേൾക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന്റെ കൂടെ നടക്കാനും ദൈവത്തെ കാണാനും ദൈവിക കാര്യങ്ങൾ സന്തോഷിക്കാനും ഈ ദൈവമക്കളെ തടസ്സപ്പെടുത്തി ഇവരുടെ ആന്തരിക നേത്രങ്ങളെ കുരുടാക്കി ദൈവ കാര്യങ്ങൾ അകറ്റി കളയുന്ന എല്ലാ അന്ധകാര പീഡകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. പാപത്തിന്റെ ആധിപത്യങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. മദ്യത്തിന്റെ ആധിപത്യത്തെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. വെറുപ്പിന്റെ ആധിപത്യങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ആരാധന, ആരാധന. അലസത മാറട്ടെ, അലസത മാറട്ടെ, മന്ദത മാറട്ടെ, മരവിപ്പ് മാറട്ടെ, ഉണർവ് ലഭിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. ഓ കൃപയുടെ ആത്മാവെ വ്യാപരിക്കണമേ, തുടരണമേ കർത്താവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. യേശു നാമത്തിൽ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശു നാമത്തിൽ ഓരോ രോഗികളെയും ആശീർവദിക്കുന്നു. യേശു നാമത്തിൽ ഓരോ കുഞ്ഞുങ്ങളെയും ആശീർവദിക്കുന്നു. യേശു നാമത്തിൽ ഓരോ മകനെയും മകളെയും തൊട്ടനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരർ, ശ്രദ്ധയോടെ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നിലകൊള്ളണം. ഇത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഞാൻ പ്രതിപാദിച്ചു വന്നത് നമ്മുടെ ഈ ലോക വ്യാപാരങ്ങളിൽ പാപകരമായ വഴികളിലൂടെ നടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ പാപങ്ങൾ വഴി നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുന്ന ഈ ലോകത്തിന്റെ ദേവൻ നമ്മുടെ ആന്തരിക നേത്രങ്ങളെ കുരുടാക്കുന്നു. നമ്മുടെ ആന്തരിക നേത്രങ്ങളെ അവൻ പൊട്ടിച്ചു കളയുന്നു. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആത്മീയ കാര്യങ്ങളിൽ നിന്ന് അകൽച്ച, ആത്മീയ കാര്യങ്ങളിൽ മടുപ്പ്, താല്പര്യമില്ലായ്മ, ഒരു പ്രത്യേക അന്ധത അവരെ ഗ്രസിക്കുകയാണ്. ഇതാ ജീവിക്കുന്നവനായ കർത്താവ് ഇന്ന് ഈ പ്രഭാ തൊട്ടരികിലേക്ക് വരികയാണ്. എന്നിട്ട് ഇതാ അവിടുന്ന് കൽപ്പിക്കുന്നു. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 17-18 തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുന്നു. ഞാൻ ധനികനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്കൊന്നിനും കുറവില്ല എന്ന് നീ പറയരുത്. നീ നികൃഷ്ടനും ദയനീയനും അന്ധനും ദരിദ്രനും നഗ്നനുമാണ് എന്ന് തിരിച്ചറിയുക. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നിനക്ക് സമ്പത്തുണ്ടാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം നീ എന്നോട് വാങ്ങിക്കുക. നിന്റെ നഗ്നത മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ട് നീ ലജ്ജിതനാകാതിരിക്കേണ്ടതിന് ശുഭ്രവസ്ത്രങ്ങൾ നീ എന്നോട് വാങ്ങിക്കുക. നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനവും നീ എന്നോട് വാങ്ങിക്കുക. ഹല്ലേലൂയ. ദൈവം ഇന്ന് തൊട്ട് വിളിക്കുകയാണ്. നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനം നീ വാങ്ങുക. നിന്റെ കണ്ണിനുള്ള അഞ്ജനം ഞാൻ നിനക്ക് തരാം. കർത്താവ് ഇതാ വാക്ക് തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പസ്തോല പ്രവർത്തനത്തിൽ 16-ാം അധ്യായം 11-15 വരെയുള്ള തിരുലിഖിതങ്ങൾ, അവിടെ കർത്താവിന്റെ അത്യുന്നത അഭിഷേകം വഹിക്കുന്ന പൗലോസ് ശ്ലീഹ എന്ന ദൈവദാസൻ ഒരു ദേശത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ആ ദേശത്തിന്റെ പേരാണ് ഫിലിപ്പി. ഫിലിപ്പിയ ദേശത്ത്, അത് റോമ സാമ്രാജ്യത്തിന്റെ അധികാര പരിധിയിൽപ്പെട്ട വളരെ ശ്രേഷ്ഠമായ ഒരു പട്ടണമായിരുന്നു. ആ പട്ടണത്തിലേക്ക് പൗലോസ് ശ്ലീഹ കടന്നു ചെല്ലുകയാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാ പൗലോസ് ശ്ലീഹ ഒരു വാർത്ത കേൾക്കുകയാണ്. അവിടെ ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ട്. ആ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ അനേകം പേര് തടിച്ചുകൂടുന്നുണ്ട്.
ഉടനെ പൗലോസും കൂട്ടരും ആ പ്രാർത്ഥനാ കേന്ദ്രത്തിലെത്തി. അവിടെ ധാരാളം സ്ത്രീകളും പുരുഷന്മാരും തടിച്ചുകൂടിയിരിക്കുകയാണ്. അവിടെ സമ്മേളിച്ചവരോട് പൗലോസ് ശ്ലീഹ രക്ഷയുടെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. അവരെല്ലാവരും അത് കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ പട്ടുവിൽപ്പനക്കാരിയും തിയത്തീറ പട്ടണത്തിൽ നിന്ന് എത്തിച്ചേർന്നവളുമായ ലിദിയ എന്നൊരു വ്യക്തിയുടെ ഹൃദയം കർത്താവ് തുറന്നു കൊടുത്തു. അപ്പോൾ അവൾ പൗലോസ് ശ്ലീഹ പ്രസംഗിച്ച രക്ഷയുടെ സുവിശേഷത്തെ സ്വീകരിച്ചു. ഇത് നമ്മൾ വായിക്കുന്നത് അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 12-13 തിരുലിഖിതങ്ങൾ. നഗര കവാടത്തിന് പുറത്ത് നദീതീരത്തൊരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടെന്ന് തോന്നിയതിനാൽ അവിടേക്ക് ഞങ്ങൾ പോയി. ആ സ്ഥലത്ത് വന്നുകൂടിയ സ്ത്രീകളോട് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തിയുമായ ലിദിയ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ച്. ഹല്ലേലൂയ. പൗലോസ് ശ്ലീഹ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ തക്കവിധം കർത്താവ് ലിദിയായുടെ ഹൃദയം തുറന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ലോക വ്യാപാരങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ, പല കാര്യങ്ങളിൽ വ്യഗ്രചിതരായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ചിലപ്പോൾ അടഞ്ഞു പോകും. കർത്താവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഹൃദയം അടഞ്ഞ അവസ്ഥ, കർത്താവിന്റെ സംബന്ധമായ കാര്യങ്ങളെ കാണാൻ പറ്റാത്ത കണ്ണ് അടഞ്ഞു പോയ അവസ്ഥ ഉണ്ടാകാം. കർത്താവ് ഹൃദയം തുറന്നു കൊടുത്തു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാം തിരുലിഖിതം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം. യേശുക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 2 ശിഷ്യന്മാർ, യേശുവിന്റെ 2 ശിഷ്യന്മാർ ഇതാ പോവുകയാണ്. എന്താ അവരുടെ പ്രത്യേകത? അവരുടെ കൂടെ കർത്താവ് നടന്നിട്ടും, അവരോട് നേരിട്ട് കർത്താവായ യേശു മിശിഹ സംസാരിച്ചിട്ടും അവരുടെ കാര്യങ്ങളൊന്നും നീക്കുപോക്കില്ല, വ്യത്യാസം വരുന്നില്ല, മാനസാന്തരം ഉണ്ടാകുന്നില്ല, ദൈവാനുഭവം ഉണ്ടാകുന്നില്ല. ഹൃദയം ജ്വലിക്ക് ഒരു പ്രത്യേക ഒരവസ്ഥകളിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ദുഃഖം, മ്ലാനത, വിഷാദം ഇവ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ അവർക്ക് ദൈവവചനത്തിന്റെ വെളിച്ചം കാണാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ യേശു കരുണ തോന്നി, അവരുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടു. അതാണ് വിശുദ്ധ ലൂക്ക 24-ാം അധ്യായം 45-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം കർത്താവ് അവരുടെ ഹൃദയം തുറന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം എന്താ? ഹൃദയം അടഞ്ഞു പോയിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് അടഞ്ഞത്? ദുഃഖം, നിരാശ, മ്ലാനത, സങ്കടം, പലവിധ സാത്താൻ വിതച്ച കളകൾ കൊണ്ട് ഹൃദയം അടഞ്ഞു പോയ അവസ്ഥ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം കർത്താവ് അവരുടെ ഹൃദയം തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരാം. സങ്കീർത്തന പുസ്തകത്തിൽ 40-ാം അധ്യായം 6-ഉം 7-ഉം തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ മറ്റൊരു രംഗം കാണുകയാണ്. എന്താണത്? ഇതാ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദൈവദാസൻ കടന്നു വരികയാണ്. ആ ദൈവദാസൻ ഒരു യാഥാർത്ഥ്യം ഏറ്റുപറയുകയാണ്. 40-ാം സങ്കീർത്തനത്തിൽ 6-ാമത്തെ തിരുലിഖിതം: ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു. ചെവി തുറന്നു കൊടുക്കുന്ന ദൈവം. എന്താ അർത്ഥം? ചെവി അടഞ്ഞിരിക്കുകയായിരുന്നു. പൊട്ടണലി പോലെ കണ്ണടയുന്നവര്, ചെവി അടയുന്നവര്, ഹൃദയം അടയുന്നവര്. ഹല്ലേലൂയ. ചെവി അടഞ്ഞു പോയി. എന്താ ചെവി അടഞ്ഞു പോയെന്ന്? എന്നാൽ മനുഷ്യന്റെ സ്വരം കേൾക്കുന്ന കാര്യമല്ല ഇത്. ലോകത്തിന്റെ സ്വരം കേൾക്കുന്ന ചെവിയല്ല ഇത്. ലോകത്തിന്റെ മഴയുടെയും കാറ്റിന്റെയും ഇടിയുടെയും സ്വരം കേൾക്കുന്നതിനെ കുറിച്ചല്ല ഇത്. ദൈവത്തിന്റെ സ്വരം കേട്ട് ദൈവത്തിന്റെ വഴിയെ അറിയാനും ദൈവവചനം കേട്ട് ആഹ്ലാദിക്കാനുമുള്ള കാത് അടഞ്ഞുപോയി. വചനം കേട്ട് പരിശീലനം നേടാൻ പറ്റുന്നില്ല. കാത് അടഞ്ഞു പോകുന്ന അവസ്ഥ.
യെശയ്യായുടെ പുസ്തകത്തിൽ 50-ാം അധ്യായം 4-5 തിരുലിഖിതങ്ങൾ. പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു. 50-ാം അധ്യായം 5-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്, ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു. ഹല്ലേലൂയ. അപ്പോൾ പാപത്തിന്റെ അവസ്ഥ കൊണ്ട് നമ്മുടെ കാതുകൾ അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പാപത്തിന്റെ ദംശനത്താൽ നമ്മുടെ കണ്ണ് പൊട്ടിപ്പോകുന്ന അവസ്ഥയുണ്ട്. പാപത്തിന്റെ സ്വാധീനത്താൽ ഹൃദയം മുഴുവൻ കല്ലിച്ച് ഹൃദയം അടഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ട്. പ്രിയ ദൈവ പൈതലേ, നീ കടന്നു പോകുന്ന നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് ഏത് അവസ്ഥയിലൂടെയാണെന്ന് നീ ഗ്രഹിക്കുന്നുണ്ടോ? നീ ചിന്തിക്കുന്നുണ്ടോ? വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 17-18 തിരുലിഖിതം വായിക്കുകയാണ്, ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്കൊന്നിനും കുറവില്ല എന്ന് നീ വിചാരിക്കുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും അന്ധനും ദരിദ്രനും നഗ്നനുമാണെന്നും തിരിച്ചറിയുക. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ട് നീ ലജ്ജിതനാകാതിരിക്കേണ്ടതിന് ശുഭ്രവസ്ത്രങ്ങൾ നീ എന്നോട് വാങ്ങിക്കുക. നിന്റെ കണ്ണിലെഴുതുന്ന അഞ്ജനം നീ എന്നോട് വാങ്ങിക്കുക. പ്രിയപ്പെട്ട ദൈവപൈതലേ, അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് നമുക്ക് വരാം. അപ്പോസ്തല പ്രവർത്തനത്തിൽ 28-ാം അധ്യായത്തിൽ 24 മുതൽ 28 വരെ തിരുലിഖിതങ്ങൾ. എന്താണ് അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്? പൗലോസ് ശ്ലീഹ ഒരു ദിവസം മുഴുവനും ഒരു സമൂഹത്തോട് ദൈവരാജ്യത്തിന്റെ മഹോന്നതമായ രഹസ്യങ്ങൾ പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ അവരെന്താ ചെയ്തത്? അവരുടെ പ്രതികരണം 24-ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തോടെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, പ്രവാചകനായ യെശയ്യായിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. നീ പോയി ഈ ജനത്തോട് പറയുക, നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല, നിങ്ങൾ തീർച്ചയായും കാണുമെന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം. അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു, കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. 3 കാര്യങ്ങളെ കുറിച്ച് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രിയ പൈതലേ, ജീവിതത്തിൽ സംഭവിക്കാവുന്ന 3 ദുരന്തങ്ങൾ: 1, ചെവിയുടെ കേൾവി മന്ദീഭവിച്ചു പോവുക; 2, കണ്ണ് അടച്ചു കളയുക; 3, ഹൃദയം കഠിനമാക്കുക. ഇങ്ങനെ ചെയ്താൽ ദൈവവചനം, ദൈവരാജ്യം, ദൈവത്തിന്റെ ആത്മാവ്, ദൈവിക കാര്യങ്ങൾ നമുക്ക് ആസ്വാദ്യകരമായിരിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം തൊട്ട് വിളിക്കുകയാണ്. കണ്ണുകൾ തുറക്കണം, കാതുകളെ തുറക്കണം, ഹൃദയം തുറക്കണം. ബൈബിളിൽ നമ്മൾ കാണുന്നത് ഹൃദയം തുറന്നു കൊടുക്കുന്ന കർത്താവ്. ബൈബിളിൽ നമ്മൾ കാണുന്നത് പ്രഭാതം തോറും ശിഷ്യൻ എന്ന പോലെ കാതുകളെ ഉണർത്തി കാതുകൾ തുറന്നു കൊടുക്കുന്ന കർത്താവ്. ബൈബിളിൽ നമ്മൾ കാണുന്നത് കണ്ണുകളിൽ അഞ്ജനം എഴുതി കണ്ണ് തുറന്നു കൊടുക്കുന്ന കർത്താവ്. എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുകയാണ്. യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. ഓ യേശുവേ, ഞങ്ങളുടെ അന്തരംഗങ്ങളെ തുറക്കണമേ കർത്താവേ. അടഞ്ഞ കണ്ണുകളിലേക്ക് ഇടപെടണമേ, അടഞ്ഞ കാതുകളിലേക്ക് ഇടപെടണമേ, കഠിനമായി പോയ ഹൃദയത്തിലേക്ക് ഇടപെടണമേ, അടഞ്ഞു പോയ ഹൃദയത്തിലേക്ക് ഇടപെടണമേ. ഉറക്കെ സ്തുതിക്കട്ടെ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നസറേയനായ യേശുവിനെ നാമം അയച്ച് പ്രാർത്ഥിക്കുന്നു. കാലങ്ങളായി ബന്ധിക്കപ്പെട്ട ഹൃദയങ്ങളുടെ ചങ്ങലകൾ ഇന്ന് ഈ പ്രഭാതത്തിൽ യേശുനാമത്തിൽ ഛിന്ന ഭിന്നമാകട്ടെ. ആരാധന, ആരാധന. ഓ ദൈവമേ, അങ്ങയുടെ അത്ഭുതമായ അഞ്ജനം ഇപ്പോൾ കണ്ണുകളിലേക്ക് അവിടുന്ന് പുരട്ടണമേ കർത്താവേ. ഓ യേശുവേ,
യേശുവേ, അങ്ങയുടെ അത്ഭുതമായ സ്പർശനം ഇപ്പോൾ കാതുകളിലേക്ക് അവിടെ നൽകണമേ കർത്താവേ. ഓ രക്ഷിതാവേ, മഹത്വത്തിന്റെ രാജാവേ, അടഞ്ഞുപോയ ഹൃദയങ്ങളെ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തുറക്കണമേ കർത്താവേ. ആരാധന 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 യേശുവേ, 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 ആരാധന ആരാധന യേശുവേ, നന്ദി യേശുവേ, ആരാധന യേശുവേ, നന്ദി യേശുവേ, ആരാധന. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 3:18, കണ്ണിൽ എഴുതാനുള്ള അഞ്ജനം നീ എന്നോട് വാങ്ങിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാറനാഥാ. Come, Lord Jesus. തിരുവോസ്തിയായെന്നിലണയും സ്നേഹം, ദൈവസ്നേഹം, അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 27-ാം തിരുലിഖിതം. സ്വർഗത്തിൽ നിന്നും ദാനമായി നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ 2 കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഓരോ കുടുംബത്തിന്റെയും വേദനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയാണ്. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷിതാവായ യേശുവേ, ആരാധന 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 ആരാധന. ഈ കുടുംബങ്ങളിലേക്ക് സ്വർഗത്തിന്റെ അത്ഭുത ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവേ. എല്ലാം നഷ്ടപ്പെട്ടവര്, മനസ്സ് തകർന്നു കിടക്കുന്നവര്, ശരീരത്തിൽ രോഗികളായിരിക്കുന്നവര്, കുടുംബം തകർന്നു കിടക്കുന്നവര്, ബന്ധങ്ങൾ അറ്റുപോയവര്, ഇനി രക്ഷയില്ല എന്ന് ചിന്തിക്കും സകല കുടുംബത്തിന്റെ കണ്ണുനീരുകളിലേക്കും ഓ ലോകരക്ഷിതാവായ യേശുവേ, അങ്ങയുടെ കാരുണ്യം, അങ്ങയുടെ സ്പർശനം ഇപ്പോൾ നൽകണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന യേശുവേ ഇത്ര സ്നേഹിക്കാനെന്തു വേണം, ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാനെന്തു വേണം. ഹല്ലേലൂയ. മാറനാഥാ. Come, Lord Jesus. എൻ്റെ പേര് തങ്കച്ചൻ. ആനപ്പന്തി അടുത്ത് ചെമ്പത്തണ്ടക്കരയാണ് താമസം. ഞാനൊരു സ്ഥലം വിൽക്കുവാനായിട്ട് ഒത്തിരി പേപ്പറിൽ പരസ്യം ചെയ്തു, ബ്രോക്കർമാരോട് പറഞ്ഞു. അങ്ങനെ ബ്രോക്കർമാർ ഓരോ പാർട്ടികളെയും കൊണ്ടുവന്ന് 1000 രൂപ അഡ്വാൻസ് തരും. തന്നു കഴിഞ്ഞിട്ട് അതിൽ സ്പീഡിൽ അവർ തിരിച്ചു പോകുന്നു. കച്ചവടം നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അങ്ങനെ സെഹിയോനിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് അച്ഛൻ മണ്ണ് വെഞ്ചരിച്ച് തന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്ഥലം കച്ചവടം നടക്കും. ഞാൻ അതനുസരിച്ച്
സെക്കൻഡിൽ പോവുകയും അവിടുന്ന് മണ്ണ് വെഞ്ചരിച്ചു കൊണ്ടുവന്ന് ഈ സ്ഥലത്തിന്റെ 4 മൂലയ്ക്ക് ഇട്ട് ശരിക്കും 15 ദിവസത്തിനുള്ളിൽ ഒരു ബ്രോക്കറോ ഒന്നും ഇല്ലാണ്ട് പേപ്പറിൽ പരസ്യം കണ്ട് എന്നെ ഫോണിൽ വിളിച്ച് ആ സ്ഥലം കച്ചവടം നടന്നു. ഇതിനു മുമ്പ് ഒരുപാട് ബ്രോക്കർമാർ, ഒരുപാട് പരിപാടികൾ, ഒരുപാട് ആളുകൾ പല വിധത്തിൽ നോക്കിയിട്ട് സ്ഥലം വിൽപ്പന നടക്കണില്ല. വരും നോക്കും, അഡ്വാൻസറും പോകും, വരും നോക്കും പോകും. ഇത് തന്നെയായിരുന്നു ഇവിടെ സ്ഥിതി. അതങ്ങോട്ട് മാറി ഈ ഒരു വെഞ്ചിരിച്ച മണ്ണ് യേശുവിന്റെ നാമത്തിൽ കോമ്പൗണ്ടിൽ കൊണ്ടുപോയി ഇട്ട് 15 ദിവസത്തിനുള്ളിൽ ഒരു ബ്രോക്കറുടെ സഹായം ഇല്ലാതെ ഡയറക്റ്റായി പെട്ടെന്ന് അതിന്റെ തടസ്സങ്ങൾ മാറി വിൽപ്പന അങ്ങോട്ട് നടന്നു. ആ ഒരു കാര്യം യേശു ചെയ്ത കാര്യം ഇന്ന് കർത്താവിന്റെ സഭ സമ്മേളിച്ചിരിക്കുമ്പോൾ ഇതാ സഭാ സമക്ഷത്തിൽ യേശുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഈ എളിയ ദാസൻ വെളിപ്പെടുത്തുകയാണ്. കരങ്ങൾ ഉയർത്തി വലിയ സന്തോഷത്തിൽ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു.